ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 51-ാം സങ്കീർത്തനം നമുക്കെടുക്കാം. 51-ാം സങ്കീർത്തനം ചില വാക്യങ്ങൾ നമുക്ക് വായിക്കണമല്ലോ. 51-ാം സങ്കീർത്തനം ആദ്യത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ കണ്ണടച്ചാലും എൻ്റെ മുമ്പിൽ പാപം വന്ന് നിൽക്കുന്നു. കണ്ണ് തുറന്നാലും എൻ്റെ മുമ്പിൽ പാപം വന്ന് നിൽക്കുന്നു. ഞാൻ വിഷമിക്കുന്ന കർത്താവേ, ഞാൻ വലയുന്ന കർത്താവേ, പാപം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. പാപം എന്നെ തുറിച്ചു നോക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ പാപം എന്നെ അലട്ടുന്നു. എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ പാപം എന്നെ വല്ലാതെ വലയ്ക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപം എൻ്റെ നേരെ കുതികാൽ ഉയർത്തുന്നു. പാപം എന്നെ വേട്ടയാടി പിടിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ വലയുന്നല്ലോ, ഞാൻ വിഷമിക്കുന്നല്ലോ. കർത്താവേ, ഞാൻ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ദൈവമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപത്തെ ഞാൻ അറിയുന്നു. പാവം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ദാവീദ് വലഞ്ഞു. ദാവീദ് പാവബോധമില്ലാതിരുന്നൊരു കാലമായിരുന്നു ആദ്യം. ബത്ശബയെ, തൻ്റെ ഭൃത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ അവൻ വ്യഭിചാരം ചെയ്ത് കൊട്ടാരത്തിൽ വരുത്തി. അവൾ ഗർഭിണിയായി. ദാവീദിന് ആ വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായി ദാവീദ് തന്ത്രങ്ങൾ മെനഞ്ഞു, കാപട്യം പൂണ്ടു. ദാവീദ് ഊരിയാവിനെ, ആ സ്ത്രീയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി. യുദ്ധരംഗത്ത് വളരെ ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആ വീര പോരാളിയെ കൊട്ടാരത്തിലേക്ക് വരുത്തി. ദാവീദ് അവനെ മദ്യപിപ്പിച്ചു. അവൻ മദ്യം കൊടുത്തു. ദാവീദ് കൂടെ ഇരുന്ന് മദ്യം കുടിച്ചു. അവനെ മദ്യപിപ്പിച്ച് ലഹരി പിടിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ നോക്കി. പക്ഷെ അവൻ പോയില്ല. അവനെ അവസാനം ദാവീദ് കൊല്ലിച്ചു. ഭർത്താവ് മരിച്ച സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പാപമല്ല എന്ന് ആരും കുറ്റം പറയില്ലല്ലോ എന്ന് ഒരു ന്യായീകരണം ദാവീദ് കണ്ടു. പാപം ചെയ്യുന്നവർക്കെല്ലാം ന്യായങ്ങളുണ്ട്. പാപം ചെയ്യുന്നവർക്കെല്ലാം ന്യായീകരണങ്ങളുണ്ട്. തക്ക ന്യായങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ. എന്തെങ്കിലും എല്ലാം ന്യായങ്ങൾ കണ്ടുപിടിക്കും. എന്തെങ്കിലും ചില നീക്കുപോക്കുകൾ കണ്ടുപിടിക്കും. എങ്ങനെയും സ്വയം തൃപ്തിപ്പെടുത്താനും സ്വയം സമാധാനപ്പെടുത്താനും മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തന്നെത്താനെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന സാഹചര്യം കൊണ്ടല്ലേ ഞാൻ വീണുപോയത്, ഇന്ന കാര്യം കൊണ്ടല്ലേ ഞാനത് ചെയ്തു പോയത്, അല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തിന് ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, ന്യായീകരണങ്ങളുണ്ടല്ലോ. ഓരോന്ന് ന്യായീകരണങ്ങൾ കാണും. ദാവീദ് അതുകൊണ്ട് കുറ്റബോധമില്ലാതെ ന്യായം ഭാവിച്ച് നിൽക്കുകയാണ്. മനുഷ്യന് മുമ്പിൽ മര്യാദക്കാരനായി. മനുഷ്യരാരും കുറ്റം പറയില്ല. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് എടുത്തിരിക്കുന്നു. ആ സ്ത്രീ ഗർഭിണിയായിരിക്കുന്നു. കുഴപ്പമില്ലല്ലോ, ആർക്കും കുറ്റം പറയാൻ തോന്നുകയില്ല. പക്ഷേ എല്ലാം കാണുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. 2 ശമൂവേൽ 11-27 എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. മനുഷ്യരുടെ മുമ്പിൽ കുഴപ്പമില്ല, മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാം. പക്ഷേ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരുന്നു. നിത്യനായ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ ഒളിക്കാൻ സാധ്യമല്ല. അതെല്ലാം ദാവീദിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ദാവീദ് അതിനെ പാടിയിട്ടുണ്ട്. മനോഹരമായ പാട്ടുകൾ ദാവീദ് പാടിയിട്ടുണ്ട്. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല എന്ന് ദാവീദ് തന്നെ ഉച്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദാവീദ് മരവിച്ചു പോയി. ദാവീദ് പാപം ചെയ്ത് തഴമ്പിച്ചു പോയി. പാപത്തിൽ അങ്ങ് ഹൃദയം തഴമ്പിച്ചു പോയി, ഹൃദയം മരവിച്ചു പോയി. ദാവീദ് അവൻ ചെയ്തത് ദൈവം കണ്ടു, ദൈവത്തിന് അനിഷ്ടമായിരുന്നു. അതുകൊണ്ട് ദാവീദ് അറിഞ്ഞില്ല. ദാവീദിൻ്റെ പാപത്തിൻ്റെ ഗൗരവം ദാവീദ് ഗ്രഹിച്ചില്ല. പക്ഷേ ദൈവം പ്രവാചകനെ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. എന്തൊരു സ്നേഹം! ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം. നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യന് വേണ്ടി ദൈവം അധ്വാനിക്കുകയാണ്. വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ശ്രമിക്കുകയാണ്. വഴിതെറ്റിപ്പോയൊരു മനുഷ്യനെ നേർവഴിക്കാക്കാൻ ദൈവം പരിശ്രമിക്കുകയാണ്. നാഥാൻ പ്രവാചകനെ ദൈവം ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അന്ന് നമുക്കറിയാമല്ലോ, പ്രവാചകന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. പ്രവാചകൻ, രാജാവ്, പുരോഹിതൻ. ഇതിൽ പ്രവാചകന്മാരാണ് രാജാക്കന്മാർക്ക് ആവശ്യമുള്ള സ്വർഗീയ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പുരോഹിതന്മാർ ആരാധന നടത്തുന്നവരാണ്,
രാജാക്കന്മാർ ഭരിക്കുന്നവരാണ്. എന്നാൽ രാജാവിന് ആവശ്യമുള്ള ആത്മീയ പ്രബോധനങ്ങൾ കൊടുക്കുന്നവരാണ് പ്രവാചകന്മാർ. അന്നത്തെ ഭരണകർത്താക്കൾ പ്രവാചകന്മാർ പറയുന്ന വാക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നാഥാൻ പ്രവാചകൻ കടന്നു ചെന്നു. ദാവീദ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പ്രവാചകൻ കണ്ടപ്പോൾ ദാവീദ് എഴുന്നേറ്റു. പ്രവാചകനോട് ഇരിക്കാൻ പറഞ്ഞു. പ്രവാചകൻ ഇരുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, ഒരു സംഭവം അറിയിക്കാനാണ് വന്നത്. നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഭവം അറിയിക്കാനാണ് വന്നത്. അയ്യോ, എന്താണാവോ? നമ്മുടെ നാട്ടിൽ ഒരു ധനികനായ മനുഷ്യനുണ്ട്. അടുത്ത് തന്നെ ദരിദ്രനായ ഒരു മനുഷ്യനുമുണ്ട്. ധനവാനായ മനുഷ്യൻ, അവന് ധാരാളം ആടുമാടുകളുണ്ട്, നല്ല മുഴുത്ത കൊഴുത്ത ആടുകൾ. എന്നാൽ ദരിദ്രനായ മനുഷ്യന് ഒരു കൊച്ചു പെൺകുഞ്ഞാട് മാത്രമേ ഉള്ളൂ. ആ ദരിദ്രനായ മനുഷ്യൻ അതിനെ അവൻ്റെ കൂടെ കിടത്തും, അവൻ്റെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കും. അവൻ ഓമനിച്ച് താലോലിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞാടാണ്. ആ പെൺകുഞ്ഞാട് ആ ദരിദ്രനായ മനുഷ്യൻ്റെ ജീവനാണ്, സ്വത്താണ്. ആ ആട് അവന് എപ്പോഴും ആശ്വാസം സമാധാനം കൊടുക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ ആ ധനവാനായ മനുഷ്യൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരു അതിഥി വന്നു, ഒരു വിരുന്നുകാരൻ വന്നു. അതിഥിയെ സൽക്കരിക്കാൻ വിരുന്നൊരുക്കണമല്ലോ. അതിന് മാംസം പാകം ചെയ്യാൻ ഒരു ആട്ടിൻകുട്ടിയെ കൊല്ലാമെന്ന് വിചാരിച്ചു. സ്വന്തം തൊഴുത്തിൽ ധാരാളം ആടുമാടുകളുണ്ട്, നല്ല കൊഴുത്ത് മുഴുത്ത് ഉരത്ത ആടുകളുണ്ട്. ഒന്നിനെയും ആ ധനികൻ പിടിച്ചില്ല. സ്വന്തം ആടിനെ ഒന്നിനെയും പിടിക്കാതെ ആ പാവപ്പെട്ട ദരിദ്രൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന പാവം കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് വന്ന് ആ കുഞ്ഞാടിനെ അറുത്ത് പാകം ചെയ്തു. ദാവീദ് സിംഹാസനം ചാടി എഴുന്നേറ്റു. ദാവീദിന് കോപം ജ്വലിച്ചു. എന്ത്, എൻ്റെ ഈ നാട്ടിലോ, ഈ ദാവീദ് ഭരിക്കുന്ന നാട്ടിലോ, ഞാൻ ഭരിക്കുന്ന എൻ്റെ നാട്ടിലോ ഈ അനീതി? അത് ഞാൻ സമ്മതിക്കുകയില്ല. അവൻ മരണയോഗ്യൻ. അവൻ ആരായാലും ശരി, എത്ര ധനികനായാലും ശരി, അവൻ മരണയോഗ്യൻ. ദാവീദ് വിധി കൽപ്പിച്ചു കഴിഞ്ഞു. ഉടനെ നാഥാൻ പ്രവാചകൻ ദാവീദിന് നേരെ വിരൽ ചൂണ്ടി, ആ മനുഷ്യൻ നീ തന്നെ. വായിക്കാം, 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. അവൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് ഒരു മകളെപ്പോലെയുമായിരുന്നു. ധനവാൻ്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിവാക്കിനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിൻ്റെ കോപം ആ മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ. നാഥാൻ യാതൊരു സംശയമില്ലാതെ, ഒരു ഭയവുമില്ലാതെ രാജാവിന് നേരെ വിരൽ ചൂണ്ടി, ആ മനുഷ്യൻ നീ തന്നെ. നീയാണ് പാവം പെൺകുഞ്ഞാടിനെ കൊന്ന് അതിഥിയെ സൽക്കരിച്ചവൻ. നീയാണ് വിരുന്ന് ആഘോഷിച്ചവൻ. നീയാണ് സുഖിച്ച് പുളച്ചവൻ. ആ മനുഷ്യൻ നീ തന്നെ. അന്യൻ്റെ ചെലവിൽ അന്യൻ്റെ സ്വത്ത് അപഹരിച്ചെടുത്ത്, അന്യൻ്റെ ഭാര്യയെ അപഹരിച്ചെടുത്ത് ആ ദുഷ്ടതയും നീചമായ കാര്യവും പ്രവർത്തിച്ച ആ ദുഷ്ടൻ നീ തന്നെ. ദൈവത്തിൻ്റെ പ്രവാചകൻ മുഖം നോക്കിയില്ല. ദൈവത്തിൻ്റെ വചനം ലഭിച്ച പ്രവാചകൻ മുഖം നോക്കിയില്ല. രാജാവാണ് എന്ന് ചിന്തിച്ചില്ല. രാജാവിനോട് ഇത് പറയാമോ എന്ന് ആലോചിച്ചില്ല. ദൈവത്തിൻ്റെ വചനം അക്ഷരമൃതി തെറ്റാതെ അതേപടി നാഥാൻ പ്രവാചകൻ രാജാവിന് കൊടുത്തു. നാഥാൻ പറഞ്ഞു, അടുത്ത വാക്യം പറയുമ്പോൾ ദാവീദിന് ഹൃദയത്തെ തൊടുന്ന വാക്കുകളാണ് പറയുന്നത്. വായിക്കാം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാനല്ല പറയുന്നത്, ദൈവപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാർവിടത്തിലേക്ക് നിൻ്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? യഹോവയുടെ കൽപ്പന നിരസിച്ച് ദൈവത്തിന് അനിഷ്ടമായുള്ളത് നീ ചെയ്തത് എന്തിന്? നിനക്കെല്ലാം ദൈവം തന്നതല്ലേ? എല്ലാം നിനക്ക് തന്നതല്ലേ? ഞാൻ നിനക്ക് എല്ലാ സൗകര്യങ്ങളും തന്നു.
ആടുകൾ നോക്കുന്ന വേലയിൽ നിന്നെ കൊണ്ടുവന്നത് ഞാനല്ലേ? നിന്നെ ആട്ടിൻതൊഴുത്തിൽ നിന്ന് വരുത്തിയത് ഞാനല്ലേ? സിംഹാസനത്തിൽ ഇരുത്തിയത് ഞാനല്ലേ? പൊൻചങ്കോൽ പിടിപ്പിച്ചത് ഞാനല്ലേ? രാജകീയ കിരീടം ധരിപ്പിച്ചത് ഞാനല്ലേ? ഞാനല്ലേ നിനക്ക് ഭരണാധികാരം തന്നത്, രാജസിംഹാസനം തന്നത്? എല്ലാം നിനക്ക് ദാനമായി തന്നില്ലേ? എന്നിട്ട് നീ എന്താണ് എന്നോട് നീ പാപം ചെയ്ത് എനിക്ക് അനിഷ്ടമായത് ചെയ്ത് എന്തിന്? ദൈവം ചോദിച്ചു. അടുത്ത വാക്യം, ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി. ദാവീദ് വാളെടുത്തില്ല, ദാവീദ് വാൾ കൊണ്ട് വെട്ടിയില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ഹിത്യനായ ഊരിയാവേ നീ വാൾ കൊണ്ട് വെട്ടി. ദാവീദാണ് കൊല്ലിച്ചത്. അതുകൊണ്ട് ആ പാതകം മുഴുവൻ ദാവീദിന്റെ തലമേൽ വന്നു. ഹിത്യനായ ഊരിയാവേ നീ വാൾ കൊണ്ട് വെട്ടി. അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. ദൈവത്തിന് സ്തോത്രം. തന്നെയല്ല, ദൈവതമ്പുരാൻ പിന്നെയും പറയുന്നത് വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. ഹൃദയത്തെ ഭേദിപ്പിക്കുന്ന, ഹൃദയത്തെ പിളർക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ഇതേ നിന്റെ ഗൃഹത്തിൽ ഇനിയും കലഹമുണ്ടാകും, നിന്റെ ഗൃഹത്തിൽ ഇനിയും വാളുണ്ടാകും, നിന്റെ ഗൃഹത്തിൽ നിന്ന് വാൾ വിട്ടുമാറുകയില്ല. നിന്റെ ഗൃഹത്തിൽ തലമുറ തലമുറയായി വാളുണ്ടാകും. തലമുറ തലമുറയായി നിന്റെ വീട്ടിൽ, നിന്റെ കൊട്ടാരത്തിൽ തന്നെ വലിയ കലഹമുണ്ടാകും, കൊലപാതകങ്ങൾ നടക്കും. വാൾ നിന്റെ ഗൃഹത്തെ വിട്ട് മാറുകയില്ല. ശാപം വരികയാണ്. നിസ്സാര കാര്യമൊന്നല്ല വിചാരിക്കേണ്ടത്, ഗൗരവമേറിയ കാര്യമാണ്. ഈ പിശാചിൻ്റെ കണിയിൽ വീണ്, സാത്താൻ്റെ കണിയിൽ വീണ്, അവൻ പാപത്തിൻ്റെ കണിയിൽ വീണത് കൊണ്ട് സംഭവിച്ചത് എന്താണ്? തലമുറകൾക്ക് നാശം വരികയാണ്, തലമുറകൾക്ക് കേടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. വാൾ നിന്റെ ഗൃഹത്തെ വിട്ട് മാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് ശത്രുത്വം ഉണ്ടാകും. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് കേടുവരും. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് അനർത്ഥം വരും. സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ, നിന്റെ വീട്ടുകാരിൽ നിന്ന്, നിന്റെ സ്വന്തം വീട്ടിലുള്ളവരിൽ നിന്ന് നിനക്ക് നാശം വരും, നിനക്ക് അപകടം വരും. നീ കാണുകെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. നിന്റെ കൊട്ടാരത്തിൽ തന്നെ നിന്റെ ഭാര്യമാർ വേശ്യാവൃത്തി ചെയ്യേണ്ടി വരും. അവൻ ഈ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോട് കൂടെ ശയിക്കും. പകൽ വെളിച്ചത്തിൽ തന്നെ ഹീനമായ മ്ലേച്ഛമായ കാര്യങ്ങൾ നടക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. നീ രഹസ്യത്തിലാണ് വ്യഭിചാരം ചെയ്തത്. ഞാനോ ഈ കാര്യം ഇസ്രായേൽ ഒക്കെയും കാണുകെ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. ദൈവത്തിന് സ്തോത്രം. പകൽ തന്നെ എല്ലാവരും കാണുകയും നാട്ടുകാരെല്ലാവരും അറിയേ നിന്റെ വീട്ടിൽ വ്യഭിചാരം നടക്കും. എൻ്റെ സഹോദരങ്ങളെ, നിത്യനായ ദൈവത്തിൻ്റെ അൽപ്പാട് കേട്ട് ദാവീദ് വിറച്ചുപോയി. ദാവീദ് പേടിച്ചുപോയി. കെണിയിൽ വീണുപോയല്ലോ കർത്താവേ, അപകടത്തിൽ വീണുപോയല്ലോ കർത്താവേ. ഒരു നിമിഷ നേരത്തെ രസത്തിന് വേണ്ടി, ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി, ക്ഷണികമായ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ദൈവമേ, ഞാൻ നിത്യമായി സൗഭാഗ്യം കളഞ്ഞല്ലോ. തലമുറകൾക്ക് നഷ്ടം വരുത്തിയല്ലോ. എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ശല്യം വരുത്തിയല്ലോ. ദാവീദിനെ കാര്യം ഗ്രഹിക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, കേൾക്കണമോ? 2 ശമൂവേൽ 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ദാവീദിൻ്റെ ഒരു മകളെ വ്യഭിചാരം ചെയ്തു. നാടാകെ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. രാജകൊട്ടാരത്തിൽ വ്യഭിചാരം. ദാവീദിൻ്റെ ഒരു മകൻ സ്വന്തം സഹോദരിയെ വ്യഭിചാരം ചെയ്തു. അതോ എല്ലാവരും അറിയുകയും ചെയ്തു. നാണമായി, മോശമായി. ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ, ദൈവഭൃത്യൻ്റെ കൊട്ടാരത്തിൽ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ഭവനത്തിൽ ഇതാ വ്യഭിചാരം നടക്കുന്നു. മക്കളുടെ കാര്യം ദൈവം പറഞ്ഞു, തലമുറകൾക്ക് അത് വരുമെന്ന് പറഞ്ഞു. വന്നു, തീർന്നില്ല. 13 അധ്യായത്തിൽ 2 ശമൂവേൽ 13 അധ്യായത്തിൽ ദാവീദിൻ്റെ ഒരു മകൻ മറ്റൊരു മകനെ അടിച്ചു കൊന്നു. എല്ലാവരും കാണുകെ, മക്കളെല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഒരു മകൻ മറ്റു മകനെ അടിച്ചു കൊന്നു. കൊലപാതകം നടന്നു. നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചു. തുടർന്ന് വായിക്കുമ്പോൾ കാണാം, ദാവീദ് കൊട്ടാരം വിട്ട് ഓടേണ്ടി വന്നു. ഒരു മകനെ പേടിച്ച് അപ്പൻ ഓടേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. പാപം പിന്തുടരുകയാണ്, ശാപം പിന്തുടരുകയാണ്. കെണിയിൽ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളുക, കെണിയിൽ വീണ് നശിക്കാതിരിക്കാൻ നോക്കിക്കൊള്ളുക. പാപത്തിൻ്റെ കെണിയിൽ വീഴിക്കാൻ പിശാച് പിറകെയുണ്ട്. ദൈവമക്കളെ, അല്പനേരത്തെ ഒരു സുഖമായിരിക്കാം, ക്ഷണികമായൊരു സൗഭാഗ്യമായിരിക്കാം, അല്പം പൈസയുടെ ലാഭമായിരിക്കാം, അല്പം ശാരീരിക ഇമ്പമായിരിക്കാം, അല്പം വെറുക്കൂത്തിൻ്റെ സുഖമായിരിക്കാം, അല്പം കൂട്ടുകെട്ടിൻ്റെ മാധുര്യമായിരിക്കാം. കൂട്ടുകാർ നിന്നെ ചതിച്ചു എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അനേകം യുവാക്കന്മാർ നശിക്കുന്നത് കൂട്ടുകെട്ടിലാണ്. നല്ല ഓജസ്സുള്ള ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ള യുവാക്കന്മാർ, നല്ല സുന്ദരന്മാരായ യുവാക്കന്മാർ, നല്ല ബുദ്ധിശാലികളായ യുവാക്കന്മാർ നശിക്കുന്നത് കൂട്ടുകെട്ടിൽപ്പെട്ടാണ്. കൂട്ടുകെട്ടാകുമ്പോൾ, കൂട്ടുകൂടുമ്പോൾ വേണ്ടാതങ്ങളെല്ലാം തോന്നിപ്പോകുന്നു. കൂട്ടുകൂടുമ്പോൾ ഒരു പ്രത്യേക ശക്തിയാണ്. കാരണം ആ ഓരോരുത്തരിലുള്ള പിശാചുക്കളെല്ലാം ഒന്നിച്ചു കൂടും. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ?
പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും പിശാചുക്കളാണ്. ഈ പിശാചുക്കളെല്ലാം ഒന്നിച്ചു കൂടും. അവരൊരുമിച്ച് കൂടുമ്പോൾ ശക്തി വലുതാണ്. ഭയങ്കരന്മാരായ പിശാചുക്കളാണ്. അനേകം ദുഷ്ടാത്മാക്കൾ അവർ ആ കൂട്ടത്തിലേക്ക് വന്ന് ഓരോരുത്തരെയും വഴിതെറ്റിക്കും. ചിലരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയിന്ന് വരും, ചിലരെ കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയിന്ന് വരും, ചിലരെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെ അടിമയാക്കിയെന്ന് വരും, ചിലരെ റാഗിങ് കേസിൽ പെടുത്തി അവരെ ജയിലിലടച്ചു എന്ന് വരും, ചിലർ ജീവിതത്തിൽ വിരസമായി ആയുസ് പാഴാക്കിയെന്ന് വരും, അവരുടെ ഭാവി മുടിഞ്ഞു എന്ന് വരും, പഠിത്തം മുടങ്ങിപ്പോയിന്ന് വരും, പഠിക്കാൻ പറ്റാതെ പോയി എന്ന് വരും. അവരുടെ ഭാവി പിന്നീട് ഒരു കാലത്ത് ആലോചിക്കുക, അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഫലമില്ലല്ലോ, അയ്യോ കളഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഫലമില്ലല്ലോ. അനേക യുവാക്കന്മാർ നിരാശയിലായി പോകുന്നു, അനേക യുവതികൾ നിരാശയിലായി പോകുന്നു. സഹോദരങ്ങളെ, ഓർക്കൂ, കെണിയിൽ വീഴരുത്, പിശാച് ഒരുക്കുന്ന കെണിയിൽ വീഴരുത്. ദാവീദ് കെണിയിൽ വീണു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാവീദ് ഇരുന്ന് പ്രാർത്ഥിച്ചു. ദാവീദിൻ്റെ പ്രാർത്ഥന അതാണ് 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് വായിക്കൂ. 51-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് എന്താണെന്ന് നമുക്ക് വായിക്കാം. 51-ാം സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനം. ദാവീദ് കരയുകയാണ്. എന്താണ് കരയുന്നത്? വായിക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. എൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എൻ്റെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. കർത്താവേ, ഞാൻ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു പോയിരിക്കുന്നു. ദാവീദിരുന്ന് അനുഭവിക്കാൻ തുടങ്ങി. അനുതാപത്തിന് കണ്ണീരൊഴുക്കി. അതിനെക്കുറിച്ച് 6-ാം സങ്കീർത്തനത്തിൽ പറയും, അനുതാപത്തിന് കണ്ണീരൊഴുക്കി. നമുക്ക് വായിക്കാം. അനുതാപത്തിന് കണ്ണീരൊഴുക്കിക്കൊണ്ട് ദാവീദ് പാടുകയാണ്. 6-ാം സങ്കീർത്തനം 6-ാം വാക്യം. എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് കരയുകയാണ്. രാത്രി മുഴുവൻ അയ്യോ തെറ്റുപറ്റിപ്പോയല്ലോ കർത്താവേ, ഒരു നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി നിത്യസൗഭാഗ്യം നഷ്ടപ്പെടുത്തി പോയല്ലോ കർത്താവേ, എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും നഷ്ടം വരുത്തി പോയല്ലോ കർത്താവേ. ദാവീദിരുന്ന് കരയുകയാണ്. രാത്രി മുഴുവൻ എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. ദാവീദ് സങ്കടത്തോടെ പറയുകയാണ്. 38-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ ശരീരത്തിൽ ഞരക്കം വന്നിരിക്കുന്നു. പാപം മൂലം എൻ്റെ ശരീരത്തിൽ രോഗം വന്നിരിക്കുന്നു. എൻ്റെ അസ്ഥികൾ വേദനിച്ചു പൊളയുന്നു. അസ്ഥിക്കുള്ളിൽ വേദന പൊങ്ങി വരുന്നു. അസ്ഥികൾ ഞരങ്ങുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ എൻ്റെ ഞരക്കം നിമിത്തം ഞാൻ അലറുകയാണ്, നിലവിളിക്കുകയാണ്. 38-ാം സങ്കീർത്തനം 4-ാം വാക്യം മുതൽ. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. അകൃത്യം കൂമ്പാരമായി കൂടിയിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ എൻ്റെ അകൃത്യങ്ങൾ എനിക്ക് അതിഘനമായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. എൻ്റെ ശരീരത്തിൽ വ്രണം വന്നിരിക്കുന്നല്ലോ കർത്താവേ, ചീഞ്ഞ് നാറുന്ന വ്രണങ്ങൾ എനിക്ക് വന്നിരിക്കുന്നല്ലോ. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഈ കൂന് ബാധിച്ചു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്ന എനിക്ക് നിവരാൻ കഴിവില്ലല്ലോ. ഞാൻ ഇടപെടാതെ ദുഃഖിച്ചു നടക്കുന്നു. ഇവിടെ ഞാൻ ദുഃഖിച്ച് നടക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. അത്യന്തം തകർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. ഹൃദയത്തിന്റെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. 10-ാം വാക്യം. എൻ്റെ ഹൃദയത്തിന്റെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. എൻ്റെ നെഞ്ചിടിക്കുന്നു. എൻ്റെ നെഞ്ചിടിക്കുന്നു. ഞാൻ വശം കെട്ടിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്ക് ഇല്ലാതെയായി. വെളിച്ചം എനിക്ക് ഇല്ലാതെയായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. ചാർച്ചക്കാരും അകന്ന് ദാവീദ് കരയുകയാണ്. ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. ദാവീദ് ഏങ്കലടിക്കുകയാണ്. എല്ലാം പോയല്ലോ കർത്താവേ, എല്ലാ സഹായങ്ങളും പോയി, എല്ലാ സ്നേഹിതന്മാരും പോയി, എല്ലാവരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. ശരീരത്തിൽ ബാധ, മനസ്സിന് ബാധ, സ്വസ്ഥതയില്ലല്ലോ. ടെൻഷൻ കൊണ്ട് ഞാൻ വലയുന്നല്ലോ. മനസ്സല്ലാതെ ഉരുകിപ്പോകുന്നല്ലോ. അസ്ഥികൾ പിളർക്കുന്നല്ലോ. കർത്താവേ, ഞാൻ എന്തു വേണ്ടു? എനിക്ക് മോചനമില്ലല്ലോ, ഞാൻ എന്തു വേണ്ടു? ദാവീദ് ഇരുന്ന് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പിന്നെയും പറയുന്നു. 132-ാം സങ്കീർത്തനം ദാവീദ് പറയുന്നു, കർത്താവേ, ഇനി എനിക്ക് ഉറങ്ങണമെന്നില്ല, എനിക്ക് ഭക്ഷണം
കഴിക്കണമെന്നില്ല. എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടാതെ ഇനി ഭക്ഷണമില്ല, ഇനി പാനീയമില്ല, ഇനി ഉറക്കമില്ല, കിടക്കയിൽ കയറി കിടക്കുകയില്ല. ഉറപ്പാണ് കർത്താവേ, എനിക്ക് ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടാതെ, യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരാതെ, നിത്യരക്ഷകൻ എൻ്റെ ഹൃദയത്തിലേക്ക് വരാതെ ഇനി എനിക്ക് ഉറക്കമില്ല. 132 സങ്കീർത്തനം 1 വാക്യം മുതൽ. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. കർത്താവേ, ഈ ഉള്ളവനെ ഒന്ന് ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്തു. നിന്നോടൊരു സത്യം ചെയ്യുകയാണ്. യാക്കോബിന്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ നിന്നോടൊരു നേർച്ച നേരുകയാണ്. ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, ഞാൻ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിലൊരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ, ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, കൊട്ടാരത്തിലേക്ക് പോകുന്നില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കണ്ണിനെ ഉറക്കം കൊടുക്കുകയില്ല, എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല. കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ദാവീദ് പറയുകയാണ്, ഇനി എനിക്ക് സ്വസ്ഥതയില്ല, എൻ്റെ പാവം ക്ഷമിച്ച് കിട്ടാതെ ഇനി എനിക്ക് ഉറക്കമില്ല, പാവം ക്ഷമിച്ച് കിട്ടാതെ ഇനി എനിക്ക് ഭക്ഷണമില്ല, പാവം ക്ഷമിച്ച് കിട്ടാതെ എനിക്ക് വിശ്രമമില്ല. കർത്താവേ, ഞാനിതാ കിടക്കയിൽ കണ്ണീരുകൊണ്ട് കഴുകുന്നു, കിടക്കയിൽ കണ്ണീര് ഒലിക്കുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. കിടക്കയിൽ കണ്ണീര് ഒലിച്ചൊലിച്ചിറങ്ങുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദാവീദ് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ കെണിയിൽ വീണവരാരെല്ലാം ഉണ്ട്, പാപത്തിൻ്റെ കെണിയിൽ വീണവരാരെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദയവായി ചിന്തിക്കൂ. ഞാൻ വളരെ എളിമയോടെ നിങ്ങളോടൊരു വാക്ക് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കെണിയിൽ വേണമെങ്കിലും, ഏതെല്ലാം പാപത്തിൻ്റെ കെണിയിൽപ്പെട്ടു പോയെങ്കിലും, പൈശാചികൻ്റെ വലയിൽ കുടുങ്ങിപ്പോയെങ്കിലും രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കെണിയെല്ലാം അഴിഞ്ഞു കിട്ടാനൊരു വഴിയുണ്ട്. അത് ഗോകുൽത്തായിൽ തുറന്ന ആ ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുവിലാവാണ്. ആ തിരുവിലാവിൽ കൂടി ഒരു പുതിയ പാത തുറന്നിട്ടുണ്ട്. ഒരു പുതിയ പാത, ഒരു പുതിയ വഴി. ഏത് ഹീനപാതകം വന്നുവോ ദൈവമക്കളെ, നിങ്ങൾ സംശയിക്കേണ്ട. ഏത് മഹാപാതകം വന്നുവോ എല്ലാം ക്ഷമിക്കാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമുണ്ട്. എല്ലാം കഴുകാൻ യേശുവിൻ്റെ പുണ്യാഹ രക്തമുണ്ട്. ആ ജീവനുള്ള ക്രിസ്തുവിൻ്റെ രക്തം ഇന്ന് നിങ്ങൾക്ക് പാപക്ഷമ തരും. വേണമോ നിങ്ങൾക്ക് ദാവീദിനെ പോലെ ദാഹത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? വന്നുപോയ പാപങ്ങൾ, വന്നുപോയ അലസതകൾ, വന്നുപോയ അവിവേകങ്ങൾ, വന്നുപോയ അഹങ്കാരങ്ങൾ, വന്നുപോയ എല്ലാ തിന്മകളും എല്ലാം ദൈവത്തോട് നിങ്ങൾക്ക് ഏറ്റുപറയാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഹങ്കാര മനസ്സ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടത എല്ലാം ഏറ്റുപറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാം തുറന്ന് കളയുക, എല്ലാം ഏറ്റുപറയുക, എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഇനി ഇല്ല കർത്താവേ എന്ന് കർത്താവോട് വാക്ക് പറയുക, അനുതപിക്കുക. ഹൃദയം തകർന്ന് കരഞ്ഞാൽ കർത്താവ് മുറികെട്ടിത്തരും. ഹൃദയം തകർന്ന് നിങ്ങൾ നിലവിളിക്കുക. തകർന്ന് നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, തകർന്ന ഹൃദയത്തോടെ കരയുക. കെണിയിൽ വീണെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, രക്ഷപ്പെടുത്താൻ ഒരു നാഥനുണ്ട്, രക്ഷയ്ക്ക് ഒരു പോംവഴിയുണ്ട്, കഴുകൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കഴുകലിന് വേണ്ടി യാചിപ്പീൻ. അന്ധകാര ശക്തി നിങ്ങളെ ഇനിയും കുരുക്കലാക്കുന്നതിന് മുൻപ്, ഇനിയും നരക തീയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ്, നരക ഭീകരതയിലേക്ക് നിങ്ങൾ നയിക്കുന്നതിന് മുൻപ്, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ താഴുക, നിങ്ങൾ സമർപ്പിക്കുക, നിങ്ങൾ അനുദപിക്കുക, നിങ്ങൾ പശ്ചാത്തപിക്കുക, നിങ്ങൾ കരയുക. നാഥ, എന്നോട് ക്ഷമിക്കണമേ, കർത്താവേ എന്നോട് പൊറുക്കണമേ. ഗോകുൽത്തായിൽ ചിന്തിയ രക്തം, ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിൽ ചിന്തിയ തിരുരക്തം, പാപിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഗോകുൽത്തായിൽ തുറന്ന് തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ തളിക്കാൻ കർത്താവിന് മനസ്സാണ്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുമെങ്കിൽ, ഇന്ന് നിങ്ങൾ കർത്താവിനോട് വാക്ക് പറയുമെങ്കിൽ, വന്നുപോയല്ലോ കർത്താവേ, ഇനിയില്ല, വന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, എല്ലാം സംഭവിച്ചു പോയല്ലോ, നാഥ നീ എന്നോട് ക്ഷമിക്കുകയല്ല, ഞാൻ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ദൈവത്തോട് പറയുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അരിമകരങ്ങൾ നിങ്ങളുടെ മേൽ വരും. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ മേൽ തളിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപക്കറകൾ കഴുകും. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകിത്തരുന്ന തിരുരക്തം. ഹല്ലേലൂയ. കഴിഞ്ഞകാല ജീവിതത്തിലെ തിന്മകളെല്ലാം മുഴുവനായി കഴുകി മാറ്റുന്ന തിരുരക്തം ഇപ്പോൾ നിങ്ങളെ കഴുകും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് പുതിയ ജീവിതം തരും, പുതിയ പ്രകാശം തരും, പുതിയ പ്രത്യാശ തരും, പുതിയ സമാധാനം തരും, പുതിയ ചൈതന്യം നിങ്ങൾക്ക് തരും. നിങ്ങളെ പുതിയ പാതയിലൂടെ ദൈവം നടത്തും. നിങ്ങളുടെ കരുത്തിൽ കർത്താവ് കയറി പിടിക്കും, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും, കൃപയിൽ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. യേശുക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ പകരും. ആത്മാവിൻ്റെ ജീവൻ പ്രാപിച്ചുകൊണ്ട്, പുതിയ ശക്തി പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങൾ സ്തുതി കരയേറ്റും. ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിയും ഹല്ലേലൂയയും കർത്താവെ നിർത്തരുതേ, നിങ്ങൾ പാടും. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കൊടുക്കുക. യേശുവിനോട് പറയും, യേശുവേ വന്നതെല്ലാം ക്ഷമിക്കണമേ, ഇന്നു മുതൽ പുതിയ ജീവിതം. നാഥ, ഇന്നു മുതൽ പുതിയ ജീവിതം ഞാൻ തീരുമാനിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, നിൻ്റെ ഈ മക്കളോടും സംസാരിച്ചതിനായി സ്തോത്രം. ഈ മക്കളെ തൊട്ടതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ.
അനുഗ്രഹിച്ച് സമാധാനത്തോടെ എഴുന്നേൽപ്പിക്കണം. ഇവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.